ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2-3 ദിവസം എടുത്ത ക്ലിപ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിലൂടെ ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം SCRT ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കത് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ SCRT ചാപ്റ്റേഴ്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് PSC എക്സാം എഴുതാൻ വന്നിട്ടുള്ള കുട്ടികൾക്കറിയാം, ഇപ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. SCRT ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പം പുതിയ SCRT ഇറങ്ങിയതുകൊണ്ട് തന്നെ പഴയതും പഠിക്കണം പുതിയതും പഠിക്കണം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷനാണ്, പഴയത് പഠിക്കണോ പുതിയ പഠിക്കണോ, ഏതാണ് ആദ്യം പഠിക്കേണ്ടത്, അങ്ങനത്തെ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് NCERT കൂടെ വരുന്നത്. അപ്പോൾ പഴയതും പഠിക്കണം പുതിയതും പഠിക്കണം, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിനി NCERTയും പഠിക്കേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമാണ് ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കുറച്ച് വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ അതത്ര ടഫായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം അവർ ഓൾറെഡി പിന്നെ പഴയ SCRT ബുക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് അവർ പുതിയതിലേക്ക് കടക്കുന്നത്. അപ്പോൾ പുതിയതിൽ പഴയ കാര്യങ്ങളും കുറച്ചുകൂടെ ആഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ പുതിയത് പഠിക്കാൻ കുറച്ച് ഈസി ആയിരിക്കും. പക്ഷേങ്കിൽ ബിഗിനേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അത്രയും പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാമെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് പുതിയ SCRT ചാപ്റ്റേഴ്സാണ്. പുതിയ SCRT ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു 90% ആയിക്കഴിഞ്ഞു. ബാക്കിയുള്ള ഒരു 10% മാത്രമേ നമ്മൾ പഴയ SCRT ബുക്സിലുള്ളൂ. എന്ന് വെച്ചാൽ പഴയ ബുക്സ് പഠിക്കേണ്ടതെന്നല്ല, തീർച്ചയായിട്ടും നമ്മളതും പഠിച്ചിരിക്കണം. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് പുതിയ SCRT ചാപ്റ്റേഴ്സ് തന്നെയാണ്. അത് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ പഴയതിലേക്ക് കടക്കാൻ. മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ബുക്സാണ് റെഫർ ചെയ്യേണ്ടതുള്ളത്. അപ്പം നമുക്കിത് ഒന്നെങ്കിൽ നമുക്ക് കുട്ടികളുടെ അടുത്തുനിന്ന്, അതായത് പഠിക്കുന്ന കുട്ടികളുടെ അടുത്തുനിന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയിട്ട് അത് റെഫർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എളുപ്പമുള്ള കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മളതിങ്ങനെ ഫോണിൽ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നമുക്ക് കണ്ണൊക്കെ നന്നായിട്ട് വേദനിക്കും, തലവേദന വരും. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ഇതിൻ്റെ കുറേ ബുക്സ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. SCRT കുറേ ബുക്സ്, ലക്ഷ്യൻ്റെ ആയിക്കോട്ടെ ടാലൻറ്റിൻ്റെ ആയിക്കോട്ടെ എല്ലാ ബുക്സും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബുക്സ് വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും നമ്മൾ SCRT സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ ക്ലാസ്സിൽ നിന്ന് വലിയ ക്ലാസ്സിലേക്കുള്ള രീതിയിൽ വേണം പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഓരോ സ്റ്റാൻഡേർഡിൻ്റെയും കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഓരോന്നും വരുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് 6ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം 5 കംപ്ലീറ്റ് ആയിട്ട് വേണം 6ാം ക്ലാസ്സിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഒന്നും വായിച്ചു തീർക്കാൻ പാടില്ല, അത് നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ആദ്യം 5th വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഓൾറെഡി കോച്ചിങ് സെൻറ്ററിൽ പോയിട്ട് പഠിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ എല്ലാ ദിവസവും എക്സാം നടത്താറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് SCRT ചാപ്റ്റേഴ്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് എക്സാം നടത്താറുള്ളത്. അതായത് 1-2 ചാപ്റ്റേഴ്സ് SCRTയിൽ തരും, നമുക്ക് ഓരോ ടോപ്പിക്ക് തരും. അതായത് ഗൈഡിൽ ഓരോ ടോപ്പിക്കും തരും, അതിൻ്റെ കൂടെ തന്നെ SCRT ചാപ്റ്റേഴ്സും തരും. അങ്ങനെയാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ഒരുപാട് ഒരുമിച്ച് പഠിക്കാനുള്ളൊരു ഇത് വരത്തില്ല. അപ്പം ഓരോ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 1-2 ചാപ്റ്റേഴ്സ് ഓരോ ദിവസവും വീതം കംപ്ലീറ്റ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഓഫ്ലൈൻ കോച്ചിങ് ഒന്നും എടുക്കാതെ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിലും എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാണ്ട് ഓരോ ദിവസം ഓരോ ചാപ്റ്റർ വെച്ച് പഠിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് തീർക്കാൻ പറ്റും. ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് പോകണം. അതായത് ഒന്നെങ്കിൽ നമുക്ക് ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ പെന്ന് യൂസ് ചെയ്യാം, കളർ പെൻസ് യൂസ് ചെയ്യാം, എന്തോ ആയിക്കോട്ടെ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിൻറ്റ്സ് എല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. പിന്നീട് അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമായിരിക്കും. പിന്നെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കൽ. അതായത് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ വരുന്നത്, അതായത് ഇപ്പോൾ വർഷങ്ങളൊക്കെ ഉണ്ടാവില്ലേ, വർഷങ്ങൾ, ഡേറ്റ്, ഇതൊക്കെയാണ് നമ്മളിവിടെ എപ്പോഴും മറന്നു പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഷോർട്ട് നോട്ട് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ടെക്സ്റ്റ് ബുക്ക് വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിച്ചാൽ മാത്രം മതി. നമുക്ക് ഈ ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമ്മളിപ്പോൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാം എഴുതാൻ പോവുകയാണെങ്കിലും ഇതെന്തായാലും മെയിനായിട്ടും പഠിച്ചിരിക്കേണ്ടത് തന്നെയാണ്. പുതിയ SCRT ചാപ്റ്റേഴ്സ് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഇതുവരെ തുടങ്ങാത്തവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 5ാം ക്ലാസ് മുതലുള്ള 10ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും പഠിക്കണം. കാരണം ഇപ്പോൾ നമുക്ക് NCERT എന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും SCRT ഒരു ബേസ് ആയിട്ടുള്ള രീതിയിൽ പഠിച്ചു തീർക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇപ്പോൾ SCRT ചാപ്റ്റേഴ്സിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ വന്നിട്ടുള്ള കുറേ വീഡിയോസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റും കേട്ടോ.
ഞാൻ ആദ്യം SCERT ചാപ്റ്റേഴ്സൊക്കെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ചാപ്റ്റർ കണ്ടു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് വായിക്കാറാണ് പതിവ്. ആദ്യത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടും. പിന്നീട് ഞാൻ രണ്ടാം തവണ വായിക്കുന്ന സമയത്താണ് ഹൈലൈറ്റർ കൊണ്ടോ അല്ലെങ്കിൽ പെന്ന് കൊണ്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും മാർക്ക് ചെയ്തിട്ട് വിടും. പിന്നെ മൂന്നാമത്തെ റിവിഷൻ നടത്തുമ്പോഴാണ് അത് നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടാവും. അപ്പം ഒരു ജസ്റ്റ് 3 വായനയെങ്കിലും നമ്മൾ എന്തായാലും ഓരോ ചാപ്റ്ററിന് കൊടുക്കണം. മെയിനായിട്ടും നമ്മൾ സോഷ്യൽ സയൻസും അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റാണ് കൂടുതലായിട്ടും ഇതിൽ നിന്ന് വായിക്കേണ്ടത്. സയൻസ് എന്തായാലും ഒഴിവാക്കാൻ പാടില്ല. കാരണം ഇപ്പോൾ നമുക്ക് VFAയുടെ എക്സാമിനായാലും സയൻസ് ഒരുപാട് മാർക്കിന് ചോദിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ എന്തായാലും പുതിയ CRTയിൽ സയൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പുതിയ പുതിയ പോയിൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഏതൊരു എക്സാം എടുക്കുകയാണെങ്കിലും ഇപ്പോൾ VFAയുടെ എക്സാം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ബെവ്കോ LDൻ്റെ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസ് ആയിക്കോട്ടെ, ഏതൊരു എക്സാമിനും നമുക്ക് ബേസ് ആയിട്ട് വേണ്ട എല്ലാ സയൻസിൻ്റെ മെയിൻ പോയിൻറ്റ്സ് ഒക്കെ നമ്മുടെ ഈ പറയുന്ന SCRTയിലാണുള്ളത്. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്നും അറിയാണ്ട് നമ്മളൊരു എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ ഈ SCRT ചാപ്റ്റേഴ്സ് പഠിച്ചാൽ മാത്രം തന്നെ നമുക്ക് ഒരു 70 to 75 മാർക്കോളം നമുക്ക് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ടോപ്പിക് വൈസ് ഓരോ സബ്ജക്റ്റും കുറച്ച് ആഴത്ത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മാർക്സും കൂടെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് വരുന്ന നമ്മുടെ സിലബസിലുള്ള, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജിയോഗ്രഫി ആയിക്കോട്ടെ, ഹിസ്റ്ററി ആയിക്കോട്ടെ, നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളുണ്ടല്ലോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് വേണം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം അതെന്തായാലും പഠിക്കേണ്ടതാണ്, മസ്റ്റാണ്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് എങ്ങനെ പോയി കഴിഞ്ഞാലും എല്ലാ എക്സാമിനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് പഠിക്കുക. അതായത് നമ്മുടെ സിലബസിൽ ഏതൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അതിനെ ബേസ് ചെയ്ത് വരുന്ന SCRT ചാപ്റ്റേഴ്സ് എന്തായാലും വേറെ ഒന്നും നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഒരു ചാപ്റ്റേഴ്സ് നമ്മൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് നമ്മുടെ സിലബസ് അനുസരിച്ച് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ചാപ്റ്റേഴ്സ് പോയിൻ്റ് ഔട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. മെയിനായിട്ടും ബിഗിനേഴ്സ് ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് തന്നെ പഠിക്കാനിരിക്കുക. എത്രയും പെട്ടെന്ന് നല്ല മാർക്സ് നമുക്ക് ചെറിയ സമയത്തിനുള്ളിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ബേസായിട്ട് നമ്മൾ എന്തായാലും SCRT പഠിച്ചിരിക്കണം. എല്ലാവരും VFA പഠനമൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലെ SCRT ചാപ്റ്റേഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസും അതുപോലെ തന്നെ സയൻസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 6ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഓരോന്നും സ്റ്റാർട്ട് ചെയ്ത് പോകാനാണ് വിചാരിക്കുന്നത്. ഓൾറെഡി ഞാനിതെല്ലാം പഠിച്ച ചാപ്റ്റേഴ്സാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കോച്ചിങ് സെൻറ്ററിൽ നമുക്ക് ഓരോ ഡേയ്സും തരാറുണ്ട്, ഓരോ ചാപ്റ്റേഴ്സ് വീതം തരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇത് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, വീണ്ടും റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇനി മുതൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ കേരള മന്ത്രിസഭയിലെ ആഭ്യന്തരം വിജിലൻസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരെന്താണ്, അതുപോലെ തന്നെ അവരുടെ മണ്ഡലം ഏതാണ്? ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണേ.